ആരാധനാലയങ്ങളിൽ നിന്നുള്ള ശബ്ദ മലിനീകരണം ഒഴിവാക്കാൻ കർശന നടപടികളുമായി മഹാരാഷ്ട്ര സർക്കാർ രംഗത്ത് വന്നിരിക്കുകയാണ്. മുംബൈ നഗരത്തിലെ ആരാധനാലയങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന ലൗഡ് സ്പീക്കർ പോലീസ് എടുത്തുമാറ്റിക്കഴിഞ്ഞു. ശബ്ദ മലിനീകരണത്തിനെതിരെ വ്യാപകമായ പരാതി ഉയർന്ന പശ്ചാത്തലത്തിലാണ് ഈ പോലീസിന്റെ നടപടി ഉണ്ടായത്. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി വിവിധ മതസ്ഥാപന പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് ഈ തീരുമാനം കഴിഞ്ഞ ദിവസം കൈക്കൊണ്ടത്. നേരത്തെ മതസ്ഥാപനങ്ങളിൽ നിന്നുള്ള ശബ്ദ മലിനീകരണം ഒഴിവാക്കാൻ നടപടിയെടുക്കണമെന്ന് മുംബൈ ഹൈക്കോടതിയും സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഈ സാഹചര്യത്തിൽ ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. കേരളത്തിലും ഇത്തരം ചില നിയന്ത്രണങ്ങൾ ആവശ്യമല്ലേ എന്ന ചോദ്യം. കേരളത്തിലും മതസ്ഥാപനങ്ങളിൽ നിന്നുള്ള ശബ്ദ മലിനീകരണത്തിനെതിരെ മുമ്പും നിരവധി പരാതികൾ ഉയർന്നിരുന്നു. ആരാധനാലയങ്ങളിലെ ആഘോഷങ്ങളുടെ ഭാഗമായി ശല്യമുണ്ടാക്കുന്ന തരത്തിൽ ഉയർന്ന ശബ്ദഘോഷങ്ങൾ മുഴക്കുന്ന പതിവ് രീതിയാണ് കേരളത്തിലും കണ്ടുവരുന്നത്. മഹാരാഷ്ട്ര സർക്കാരിൻ്റെ മാതൃകയിൽ കേരളത്തിലും സമാന നടപടികൾ വേണ്ടേ എന്ന ചർച്ചകൾക്ക് ഈ ഘട്ടത്തിൽ പ്രസക്തി ഏറുകയാണ്. നമുക്ക് ആദ്യം നോക്കാം, എന്താണ് മഹാരാഷ്ട്ര സർക്കാർ ഇക്കാര്യത്തിൽ ചെയ്ത നടപടിയെന്ന്. ഈ വർഷം ജനുവരിയിലാണ് ബോംബെ ഹൈക്കോടതി മതപരമായ സ്ഥലങ്ങളിൽ ലൗഡ് സ്പീക്കർ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു സുപ്രധാന വിധി പുറപ്പെടുവിച്ചത്. പള്ളികളിൽ നിന്നും മദ്രസകളിൽ നിന്നുമുള്ള ശബ്ദ മലിനീകരണത്തിൽ മുംബൈയിലെ നെഹ്റു നഗർ, കുർള, ചുനഭട്ടി പ്രദേശങ്ങളിലെ റെസിഡൻസ് അസോസിയേഷനുകൾ സമർപ്പിച്ച ഹർജിയിൽ നിന്നാണ് കേസ് ആരംഭിച്ചത് എന്ന് പറയാം. ഇതോടെ മതപരമായ ആചാരങ്ങളും പൊതുജനാരോഗ്യ പ്രശ്നങ്ങളും തമ്മിലുള്ള വാദം തന്നെയായിരുന്നു ഈ കേസ്. എന്നാൽ ലൗഡ് സ്പീക്കർ ഉപയോഗിക്കുന്നത് ഒരു അത്യാവശ്യമായ മതപരമായ ആചാരമല്ല. അതുകൊണ്ട് തന്നെ മതപരമായ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ശബ്ദ മലിനീകരണം നിയന്ത്രിക്കണമെന്ന് കോടതി ഉത്തരവിട്ടു. ഒരു പരിധിവരെ ജനങ്ങൾ ക്ഷമിക്കുമെന്നും എന്നാൽ അസഹനീയമാവുമ്പോഴാണ് പരാതിയുമായി എത്തുന്നതെന്നും കോടതി നിരീക്ഷിച്ചു. കുർളയിലെ 2 പള്ളികളിൽ ഇത്തരത്തിൽ അമിതമായ ശബ്ദത്തിന്റെ അളവ് രേഖപ്പെടുത്തിയതായി പോലീസ് സത്യവാങ്മൂലത്തിൽ പറയുന്നുമുണ്ട്. പകൽ സമയത്ത് 55 ഡെസിബലും രാത്രിയിൽ 45 ഡെസിബലുമായ നിയമപരമായ പരിധി കവിഞ്ഞ് 79.4ഉം 98.7ഉം ഡെസിബൽ ആയിരുന്നു ശബ്ദമെന്നാണ് സത്യവാങ്മൂലം. വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു കോസ്മോപൊളിറ്റൻ നഗരമാണ് മുംബൈ. ഇതിനു പുറമെ പൊതുജനാരോഗ്യത്തിന്റെയും ക്ഷേമത്തിന്റെയും വിവിധ വശങ്ങളെ ബാധിക്കുന്ന ഒരു വലിയ ആരോഗ്യ പ്രശ്നമായി ഈ ശബ്ദ മലിനീകരണം മാറുകയും ചെയ്യും. ഇതോടെയാണ് ശബ്ദ മലിനീകരണം നിയന്ത്രിക്കണമെന്ന് ബോംബെ ഹൈക്കോടതി ഉത്തരവിട്ടത്. പിന്നാലെയാണ് മഹാരാഷ്ട്രയിലെ ഏകദേശം 1500 ആരാധനാലയങ്ങളിൽ നടപടിയുണ്ടായത്. ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ ലക്ഷ്യം വെച്ചുള്ളതല്ല ഈ നടപടിയെന്ന് മുംബൈ പോലീസ് കമ്മീഷണർ ഡെവിൻ ഭാരതി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ പള്ളികൾ, ക്രിസ്ത്യൻ ചർച്ചുകൾ, അമ്പലങ്ങൾ തുടങ്ങി എല്ലാ മതങ്ങളുടെയും ആരാധനാലയങ്ങളിൽ സ്ഥാപിച്ചിരുന്ന സ്പീക്കറുകളും നീക്കം ചെയ്തിട്ടുണ്ട്. രാഷ്ട്രീയ, സാമൂഹിക, സാമുദായിക നേതാക്കളുമായി ആവർത്തിച്ചുള്ള ചർച്ചകൾക്ക് ശേഷമാണ് ഈ നടപടി സ്വീകരിച്ചതെന്നും അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. ശബ്ദ മലിനീകരണം മൂലമുണ്ടാവുന്ന നിയമപരമായ കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. നീക്കം ചെയ്ത ലൗഡ് സ്പീക്കറുകൾ തിരികെ വെക്കാൻ അനുവദിക്കില്ലെങ്കിലും മതപരമായ ആഘോഷങ്ങളിൽ അപേക്ഷ നൽകിയാൽ ശബ്ദ മലിനീകരണ നിയമപ്രകാരം താൽക്കാലികമായി ലൗഡ് സ്പീക്കറുകൾ ഉപയോഗിക്കാൻ അനുമതി നൽകും. എന്നാൽ മതിയായ ന്യായീകരണമില്ലാതെയും മുസ്ലിം മതസ്ഥാപനങ്ങളെ പ്രത്യേകമായി ലക്ഷ്യം വെച്ചുമാണ് പോലീസ് നടപടിയെന്നാരോപിച്ച് ഒരു വിഭാഗം ഹർജി സമർപ്പിച്ചതിനെ തുടർന്ന് മുംബൈ പോലീസിനും മഹാരാഷ്ട്ര മലിനീകരണ നിയന്ത്രണ ബോർഡിനും ബോംബെ ഹൈക്കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. എന്തായാലും ഭരണഘടനാ അവകാശങ്ങളെ മാനിച്ചുകൊണ്ട് ബോംബെ ഹൈക്കോടതിയിൽ നിന്നും വന്ന വിധി ഒരു സുപ്രധാന ചുവടുവെപ്പാണ്. ഒരു സുപ്രധാന ചുവടുവെപ്പാണ് മഹാരാഷ്ട്ര സർക്കാർ നടത്തിയത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം കേരളത്തിലും നിരന്തരമായി ഉയരുന്ന ഒരു ആക്ഷേപം കൂടിയാണിത്. മഹാരാഷ്ട്രയുടെ ഈ നടപടിയിൽ കേരളത്തിൽ എന്ത് തുടർച്ച ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന ചർച്ച കൂടി നമുക്ക് പരിശോധിക്കാം. അഭിലാഷ് നമുക്കൊപ്പം ചേരുന്നു. അഭിലാഷ് നായർ നമുക്കൊപ്പം ചേരുന്നു. അഭിലാഷ്, സ്വാഭാവികമാണ് മഹാരാഷ്ട്രയുടെ നടപടി പല രീതിയിൽ അത് മാതൃകയായി മാറേണ്ടതാണ്. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ചെയ്തത് മതസ്ഥാപനങ്ങളിലുള്ളവരുമായി ചർച്ച നടത്തി, അതിൽ അവർക്കൊരു കോടതിയുടെ സപ്പോർട്ട് കൂടി ഉണ്ടായിരുന്നു എന്ന യാഥാർത്ഥ്യമുണ്ട്. യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ചിത്രത്തിലേക്ക് വരുമ്പോൾ കേരളത്തിൽ മുൻകാലത്തും സമാന പരാതികൾ ഉയർന്നിട്ടില്ലേ? ഒരുപക്ഷെ മഹാരാഷ്ട്രയുടെ അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായി ഉത്സവകാലങ്ങളിൽ നഗരമേഖലകളിലും മറ്റും ഉയരുന്ന വലിയ ശബ്ദം അത് യഥാർത്ഥത്തിൽ വിശ്വാസത്തിനപ്പുറം പൊതുജനങ്ങൾക്കൊരു പൊതുശല്യമായി മാറുന്നു എന്നൊരു യാഥാർത്ഥ്യം നമുക്ക് മുന്നിലുണ്ട്. അത് പല പ്രമുഖ വ്യക്തികൾ പോലും അത് പരസ്യമായ അഭിപ്രായം പറയുന്ന സാഹചര്യമുണ്ട്. കേരളത്തിൽ ഈ ചർച്ച ഉയർന്നു വന്നാൽ എത്ര കണ്ട് പൊതുജന പിന്തുണ ഇതിന് കിട്ടാൻ സാധ്യതയുണ്ട് അഭിലാഷ്?
സജിത്ത്, ഈ പറഞ്ഞതുപോലെ ഈ നമ്മൾ ഒറ്റയ്ക്കും ആൾക്കാരൊക്കെ ആയിട്ട് പലപ്പോഴും ഇങ്ങനെ പരാതികൾ ഉയർത്തുകയും ഹർജികൾ കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അത് പിന്നീട് അങ്ങോട്ട് മുന്നോട്ട് പോയൊരു കാര്യം കേരളത്തിലില്ല. പക്ഷേ മഹാരാഷ്ട്രയിൽ സംഭവിച്ചത് പ്രധാനപ്പെട്ട 3 റെസിഡൻസ് അസോസിയേഷനുകൾ, അതായത് മുംബൈ നഗരത്തിലെ പ്രധാനപ്പെട്ട 3 റെസിഡൻസ് അസോസിയേഷനുകൾ, അതായത് നെഹ്റു നഗർ, കുർള, ചുനഭട്ടി എന്നീ പ്രദേശങ്ങളിലുള്ള റെസിഡൻസ് അസോസിയേഷനുകളാണ് ബോംബെ ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഈ കഴിഞ്ഞ അങ്ങനെ ഇവർ കൊടുക്കുന്ന ഹർജിയിലാണ് ഈ കഴിഞ്ഞ ജനുവരിയിൽ ഒരു വിധി വരുന്നതും അതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങൾ മുംബൈയിൽ നടന്നു. അതായത് ആദ്യം ഹർജി കൊടുത്തവർ പറഞ്ഞത് കുട്ടികൾ പഠിക്കുന്നവരാണ്, അവർക്ക് ഈ സമയങ്ങളിൽ ഇത്തരത്തിൽ ദിനം പ്രതി ശബ്ദ മലിനീകരണം ഉണ്ടാകുന്നുണ്ട്, അതുപോലെ വീട്ടിലിരുന്ന് വർക്ക് ഫ്രം ഹോം ജോലി ചെയ്യുന്നവർക്ക് ബുദ്ധിമുട്ടാണ്, അതുപോലെ അവരുടെ ദൈനംദിന കാര്യങ്ങളിലെല്ലാം ഇത്തരത്തിൽ ഇങ്ങനെ ശബ്ദം ഉണ്ടാകുമ്പോൾ അത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെന്ന് കോടതിയെ അറിയിക്കുകയും അതിനുശേഷം കോടതിയിൽ ഈ ഹർജിയെ എതിർത്തുകൊണ്ട് പോയവർ സ്ഥാപനങ്ങളിലുള്ളവർ പോയപ്പോൾ അവർ പറയുന്നത് ഇത്തരത്തിൽ ഒരു തരത്തിലുമുള്ള മലിനീകരണങ്ങളും ഉണ്ടാവുന്നില്ല, മതപരമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നടന്നു പോകാനായിട്ട് നമുക്ക് ഭരണഘടന അനുവദിക്കുന്നുണ്ട്, ഇത്തരം ഉച്ചഭാഷിണികൾ ആവശ്യമാണ് എന്നുള്ള ഒരു വാദമാണ് മതത്തെ അംഗീകരിച്ചുകൊണ്ട് പോയവർ പറയുന്നത്. അപ്പോൾ അഭിലാഷേക്ക് ഞാൻ വരാം. എനിക്ക് ആ സർക്കാരിൻ്റെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ പൊതുവാദം പറയേണ്ടതുണ്ട്. ഡോക്ടർ ജോൺ പണിക്കർ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഡോക്ടർ, ഇക്കാര്യത്തിൽ താങ്കളടക്കം ഈ പൊതു ഇടത്തെ ശബ്ദ മലിനീകരണത്തിനെതിരെ നിരന്തരമായി ശബ്ദമുയർത്തിയവരാണ്. യഥാർത്ഥത്തിൽ മഹാരാഷ്ട്ര സർക്കാർ ഈ ലൗഡ് സ്പീക്കറുകൾക്കൊരു നിരോധനം ഏർപ്പെടുത്തിയത് കൊണ്ട് ഒരു വലിയ മാതൃകയുണ്ട്. കേരളത്തിൽ ഇത് എത്രയുണ്ട് പ്രായോഗികമാകുമോ എന്ന ചോദ്യമാണ് നമുക്ക് മുന്നിൽ വരുന്നത്. കാരണം റിലീജിയസ് വിഷയമാണ്, അതിൽ വലിയ തരത്തിലുള്ള കോൺഫ്ലിക്റ്റ് സാധ്യതകളുണ്ട്. സർക്കാരിന് ഇതിൽ ഇച്ഛാശക്തി കാട്ടേണ്ടതുണ്ടോ? സർക്കാർ കാട്ടുമോ? ഡോക്ടർ കേൾക്കാൻ കഴിയുന്നുണ്ടോ? ഹലോ, കേൾക്കാം. ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ? കേൾക്കാം ഡോക്ടർ. അല്ല, ആക്ച്വലി ഇവരുടെ ഈ വാദം വളരെ ബാലിശമാണ്. നമുക്കറിയാം, ഞാൻ 1951 ഞാൻ ജനിച്ചത്. കഴിഞ്ഞ ഒരു 70 ഇവിടെ ഈ ആരാധനാലയങ്ങളിലെ മൈക്ക് എന്ന് പറയുന്നത് 99% ഉണ്ടായത് ഒരു കഴിഞ്ഞ 25 കൊല്ലത്തിനകമാണ്. എല്ലാവർക്കും അറിയാം. നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്രമായ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒരു മൈക്കും ഇല്ല, അവിടെ ആരാധന നടക്കുന്നില്ലെന്നാണ് ഇവർ പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ആരാധനാലയം ചെറുതാണെങ്കിൽ അവിടെ മൈക്കിന്റെ ബഹളം കൂടുതലാണ്. വലിയ ഇപ്പൊ ഏത് ആരാധനാലയം എടുത്തു കഴിഞ്ഞാലും വലിയ ആരാധനാലയങ്ങളിൽ അവർ മൈക്ക് നോർമലി ഉപയോഗിക്കാറില്ല. ഉണ്ടെങ്കിൽ തന്നെ അതിനകത്ത് മാത്രം ആണ് നടക്കുന്നത്. ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ടുണ്ട്, പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ ഒന്നും ഇങ്ങനെ ഈ മൈക്കിന്റെ അതിബാഹുല്യം ഒരിക്കലും ഇല്ല. നേരെ മറിച്ച് ഒരു ചെറിയ ഒരു ആണെങ്കിൽ, അതിപ്പോ ഏത് സമുദായമായാലും, ഇപ്പം ക്രിസ്ത്യൻ സമുദായത്തിൽ പ്രത്യേകിച്ച് പലയിടത്തും ഞാൻ കണ്ടിട്ടുള്ളതാണ്. അത് അതേപോലെ ഹിന്ദു ക്ഷേത്രങ്ങളിലും മുസ്ലിം എല്ലാത്തിലും അത് ചെറുതാണെങ്കിൽ അവരെ ലൗഡ്നെസ് കൂടുതലാണ്. അത് ഇത് ഈവൻ ഈ സൗദി അറേബ്യയെ പോലും ഈ ലൗഡ് സ്പീക്കേഴ്സ് ഉപയോഗിക്കുന്നത് കർശനമായിട്ട് നിരോധിച്ചിരിക്കുകയാണ്. അപ്പൊ ഇതിനകത്ത് അവർ പറയുന്ന യാതൊരു ഇതുമില്ല. ദൈവത്തെ വിളിക്കാൻ നമ്മുടെ പഴയ മഹർഷിമാരൊക്കെ എന്തുകൊണ്ടാണ് ഹിമാലയത്തിലും വനത്തിലും പോയിരുന്ന് ഈ സന്യാസങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്? കാരണം ദൈവമായിട്ട് നമുക്കൊരു ഇന്ററാക്ഷൻ നടത്തണമെങ്കിൽ അവിടെ നിശബ്ദതയും സൈലൻസും വളരെ വളരെ അത്യാവശ്യമാണ്. നേരെ മറിച്ച് ഈ ബഹളത്തിന്റെ ഇടയിൽ ആർക്ക് ദൈവമായിട്ട് സംസർഗം പെടാൻ പറ്റും? ഈ ബഹളത്തിന്റെ ഇടയിൽ അത് പറയുന്നത് അബ്സല്യൂട്ട് റോങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇവർക്ക് ഈ ബഹളം ഉണ്ടാക്കുമ്പോൾ കുറെ പേര് ഇത് ഒരു പബ്ലിസിറ്റി എന്നുള്ള നിലയിൽ മാത്രമല്ല ഇത് പലപ്പോഴും ഈ പറയുന്ന അമ്പലങ്ങളിലെ ഉത്സവങ്ങളോ അല്ലെങ്കിൽ പള്ളിയിലെ പെരുന്നാളുകളൊക്കെ ആണെങ്കിൽ പോലും അവരെല്ലാം ഇത് ഈ വെക്കുന്ന പാട്ടുകളും ഒക്കെ ശരിക്കും പറഞ്ഞാൽ അത് കേൾക്കുന്നവർ ആരും ശ്രദ്ധിക്കുന്നില്ല. പലയിടത്തും ഈ മൈലുകൾ ദൂരെയാണ് ഇതൊക്കെ കൊണ്ട് സ്ഥാപിക്കുന്നത്, അതും എത്രയോ ദിവസങ്ങൾ. അതിപ്പോ അതാണ് നമുക്ക് നമ്മുടെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനും നാഷണൽ ENT അസോസിയേഷനും ചേർന്നുള്ള ഒരു സംരംഭമാണ് നാഷണൽ ഇനിഷ്യേറ്റീവ് ഫോർ സേഫ് സൗണ്ട്. അതിന്റെ നാഷണൽ ചെയർമാനാണ് കഴിഞ്ഞ 14 കൊല്ലമായിട്ട് നമ്മൾ 12 കൊല്ലമായിട്ട് 2013 അത് തുടങ്ങിയത്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട
ശാരീരികവും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഡോക്ടർമാർ മനസ്സിലാക്കി നമ്മൾ സ്ഥിരം കാണുന്നതുകൊണ്ടാണ് ഇങ്ങനൊരു സംരംഭം തുടങ്ങാനുള്ള പ്രധാന കാരണം. അപ്പൊ അത് വളരെയധികം പല സ്ഥലങ്ങളിലും ഇപ്പോൾ ആൾക്കാർ അവെയർ ആയിട്ടുണ്ട്. അപ്പൊ ഇതില് ഈ വളരെയധികം ആരോഗ്യ പ്രശ്നങ്ങൾ, ഉദാഹരണമായിട്ട് ഒരു പരീക്ഷാ സമയം പ്രത്യേകിച്ച് കുട്ടികൾക്കൊന്നും മനസ്സിരുത്തി ഒന്ന് പഠിക്കാനൊക്കത്തില്ല. അതേപോലെ ഇവിടെ ഈ മാനസിക സംഘർഷം ഭയങ്കരമായിട്ട് കൂട്ടുന്നൊരു കാര്യമാണ്. നമ്മളൊരു വലിയ ശബ്ദം കേട്ട് കഴിഞ്ഞാല് അമിതമായ ഒരു വലിയ വെടിക്കെട്ട് അല്ലെങ്കിൽ സൗണ്ട് ഒക്കെ കേട്ട് കഴിഞ്ഞാൽ സാധാരണ ഇതിൽ അതിന്റെ സൈഡ് എഫക്ട് അന്തരം സംഭവിക്കണമെന്നില്ല. മണിക്കൂറുകളോ ദിവസങ്ങളോ കഴിഞ്ഞിട്ടായിരിക്കും ആ വ്യക്തിക്ക് സ്ലോലി റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കുകയാണെങ്കിൽ ഡയബറ്റീസ്, പ്രഷർ, ഹാർട്ട് ഡിസീസ് ഉള്ളവർക്ക് ഹാർട്ട് ഡിസീസ്, ഓർമ്മശക്തി കുറയുക, ഉറക്കമില്ലായ്മ, ഇങ്ങനെ കുറെ മാനസിക, നമ്മൾ വിചാരിക്കും ഇതൊരു കേൾവിക്കുറവിന്റെ മാത്രം പ്രശ്നമാണെന്നുള്ള കാര്യം അല്ല. എങ്കിലും ഞാൻ പറയുകയാണ്, കേൾവി ഓൾസോ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കേൾവി ലോകത്ത് തന്നെ കേൾവിക്കുറവിന്റെ പ്രധാന കാരണം, നമ്പർ 1 ഏറ്റവും പ്രധാന കാരണം ഈ ശബ്ദമലിനീകരണമാണ്. ലോകത്തെ ഈവൻ വെസ്റ്റ്, ഇതെല്ലാം പാശ്ചാത്യ നാടുകളിലെ പഠനങ്ങളിൽ നിന്നാണ് വന്നേക്കുന്നത്. അവിടെ നിന്നും ശബ്ദം തീരെ കുറവാണെന്ന് നമുക്കറിയാമല്ലോ. ആ കൂടെ പോകുന്ന വണ്ടികളുടെ അവരെ ഹോണടിക്കത്തില്ല, പക്ഷെ വണ്ടികൾ പോകുന്നതിന്റെ ശബ്ദമാണ്, ആ ടയർ വരയുന്നതിന്റെ ശബ്ദമാണ് അവിടുത്തെ ഒരു പ്രധാന പ്രശ്നം. പിന്നെ എയർപോർട്ടിലുള്ള വിമാനങ്ങൾ കയറി ഇറങ്ങുന്നത്. പക്ഷെ ഇവിടെ അതിനേക്കാളൊക്കെ എത്രയോ ഇരട്ടിയാണ്. ഇവിടെ നമ്മുടെ ഒരു എന്തെങ്കിലും ഒരു വിഭാഗത്തിനോ ഒക്കെ പോയി കഴിഞ്ഞാൽ അതിനകത്ത് നടക്കുന്ന ബഹളങ്ങൾ എന്തുമാത്രം അരോചകവും ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നതാണെന്ന് അറിയാം. ഇത് ഹാർട്ടിന് രോഗമുള്ള വ്യക്തിക്ക്, അല്ല തലകറക്കമുള്ള ഒരു വ്യക്തിക്ക് ഈ സൗണ്ട് കേട്ട ഞങ്ങള് ഇഷ്ടംപോലെ രോഗികൾ അങ്ങനെ കാണുന്നുണ്ട്. ശബ്ദം തലേന്ന് കേട്ടിട്ട് അന്ന് മുതൽ രാത്രി തലച്ചുറ്റൽ തുടങ്ങി, അല്ലെ അന്ന് മുതൽ ബ്ലഡ് പ്രഷർ കൂടി, ഇങ്ങനെ വരുന്ന രോഗികളുടെ എണ്ണം വളരെ വളരെ കൂടുതലായിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഒരു 10-25 കൊല്ലമായിട്ട്. ഇത് മനസ്സിലാക്കിയിട്ടാണ് ഈ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനും നാഷണൽ ENT അസോസിയേഷനും ചേർന്ന് തുടങ്ങിയ ഈ ഒരു സംരംഭം. അതിന്റെ നാഷണൽ ചെയർമാനാണ് ഞാൻ. ശരി, വളരെ വളരെ നന്ദി ഡോക്ടർ പ്രതികരിച്ചതിന്. എന്തായാലും മഹാരാഷ്ട്ര സർക്കാർ എടുത്ത ഈ സുപ്രധാന തീരുമാനത്തിനൊപ്പം കേരളത്തിലും തുടർച്ചയുണ്ടാവുമോ, മാതൃകയുണ്ടാകുമോ എന്ന ചോദ്യമാണ്. ഇതിൽ സർക്കാരിൻ്റെ ഇടപെടലുണ്ടാവണം, താല്പര്യമുണ്ടാവണം. അതിനപ്പുറം നമ്മുടെ മതസ്ഥാപനങ്ങളും ഇക്കാര്യത്തിൽ ഐക്യപ്പെടേണ്ടതുണ്ട്, അവരുടെ അഭിപ്രായം പറയേണ്ടതുണ്ട്. വരും ദിവസങ്ങളിൽ അത്തരം ചർച്ചകൾ ഉണ്ടാവട്ടെ എന്നും കൂടി നമുക്ക് കരുതാം. ഇനി